എറണാകുളത്ത് ട്രെയിനിൽ വെച്ച് ഭീഷണിപ്പെടുത്തി ഫോൺ കവർച്ച ചെയ്ത സംഭവത്തിൽ ഒളിവിലായിരുന്ന ഒരു പ്രതി കൂടി പിടിയിൽ. ബംഗാൾ സ്വദേശി അലി മുഹമ്മദാണ് RPFന്റെ പിടിയിലായത്. മോഷണശേഷം ബംഗാളിലേക്ക് പോയ പ്രതി തിരിച്ച് കേരളത്തിലെത്തിയപ്പോഴാണ് കസ്റ്റഡിയിലെടുത്തത്. വിപിൻ സി വിജയൻ ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. വിപിൻ, അങ്ങനെ കാത്തിരുന്ന് കസ്റ്റഡിയിലെടുക്കുന്നു, വിശദാംശങ്ങൾ. അതേ ഗോകുൽ, ഉത്തരേന്ത്യയിലൊക്കെ കാണുന്നത് പോലുള്ള ഒരു കവർച്ചയാണ് ഇവർ ചെയ്തുകൊണ്ടിരുന്നത്. അതായത് ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ ഈ ട്രെയിനിൻ്റെ വാതിലിൻ്റെ ഭാഗത്തൊക്കെ ആളുകൾ നിൽക്കുമല്ലോ. അങ്ങനെ നിൽക്കുന്ന സമയത്ത് ഇവർ ഒരു സംഘം ചേർന്ന് ട്രെയിനിനോട് ചേർന്ന്, ഈ പാളത്തിനോട് ചേർന്ന് നിൽക്കുകയും വടി കൊണ്ട് അതിശക്തമായി ഈ യാത്രക്കാരനെ അടിക്കുകയും ചെയ്യും. അപ്പോൾ ഇവരുടെ കയ്യിലുള്ള ഫോൺ താഴത്തേക്ക് മറിഞ്ഞു വീഴും. അങ്ങനെയാണ് ഇവർ കവർച്ച നടത്തിയത്. അതിന് ചിലപ്പോൾ ആ അടിയിൽ തന്നെ ഇയാൾ താഴത്തേക്ക് വീഴാനും ഈ യാത്രക്കാരൻ മരിക്കാൻ വരെ വളരെ സാധ്യതയുള്ളതാണ്. ഈ രീതിയിലായിരുന്നു ഒരു കവർച്ച നടത്തിയത്. ഇങ്ങനെ ഫോൺ കവർച്ച ചെയ്യുകയും പിന്നീട് ഇവിടുന്ന് മുങ്ങുകയുമായിരുന്നു. അതിലെ 3 പേരെ RPF പിടികൂടി. പക്ഷേ ഒരാളെ മാത്രം പിടികൂടാൻ കഴിഞ്ഞിരുന്നില്ല. ഇയാൾ സ്വന്തം നാടായ ബംഗാളിലേക്ക് അതിനോടകം തന്നെ രക്ഷപ്പെട്ടിരുന്നു. പക്ഷേ ഈ RPFന്റെ പ്രത്യേക സംഘം ഇയാളെ പ്രത്യേകം നിരീക്ഷിക്കുകയും അതിനുശേഷം ഇപ്പോൾ ചേർത്തലയിലെ ഒരു ഹോട്ടലിൽ ജോലിക്കായി വീണ്ടും ഇയാൾ കേരളത്തിലേക്ക് വരികയായിരുന്നു. അങ്ങനെ വന്ന സമയത്താണ് അതിസാഹസികമായി RPF ഇയാളെ കൂടി പിടിയിലായിരിക്കുന്നത്. ബംഗാൾ സ്വദേശിയായിട്ടുള്ള അലി മുഹമ്മദാണ് ഇപ്പോൾ RPFന്റെ കസ്റ്റഡിയിലുള്ളത്. ഉടൻ തന്നെ അറസ്റ്റ് രേഖപ്പെടുത്തി ഇനി കോടതിയിൽ ഹാജരാക്കും. അപ്പോൾ ഈ രീതിയിലുള്ള ഒരു കവർച്ചാ ശ്രമം മറ്റ് സ്ഥലങ്ങളിലും നടക്കുന്നുണ്ടെന്നാണ് അറിയുന്നത്. അതുകൊണ്ട് തന്നെ അതിലൊരു സുരക്ഷ കൂടുതൽ ശക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. ഗൂഗിൾ ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.